എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമല്ലേ? ന്യൂ ഇയറൊക്കെ അടിച്ച് വിളിച്ചായിരുന്നോ? ഞങ്ങളുടെ വില്ലക്കാരൊക്കെ എല്ലാവരും കൂടിയിട്ട് ചെറിയ രീതിയിലൊക്കെ ആഘോഷങ്ങളൊക്കെ നടത്തിയാട്ടോ. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ വീഡിയോസും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഹലോ, അപ്പം ഇന്ന് ഹാപ്പി ന്യൂ ഇയറിൻ്റെ, അതായത് നാളെ ന്യൂ ഇയറാണ്. അപ്പം ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഇവിടുത്തെ വീടിൻ്റെ അവിടുത്തെ കുറച്ച് വീടുകൾ, അതായത് പറയുന്നത് ഞങ്ങളുടെ ഒരു വിസ്റ്റി ഹെവൻ വില്ലാസ്, ഞങ്ങളുടെ ഇപ്പോൾ വില്ലാസിലത്തെ എല്ലാവരും കൂടിയിട്ട് ഒരു ന്യൂ ഇയർ സെലിബ്രേഷനാണ്. എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ചിക്കൻ 2 ഫുൾ ചിക്കൻ പുഴുങ്ങിയത്, ആവി കയറ്റിയെടുത്തത്, പിന്നെ ചേട്ടൻ്റെ വക ഗ്രിൽഡ് ചിക്കൻ, പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ്. ഇന്ന് ഞങ്ങൾ ടോട്ടലി ഫ്രീ ആയിരുന്നു. കാലത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലുണ്ടായിരുന്നുള്ളൂ. എനിക്കൊക്കെ അങ്ങനെയൊക്കെ വേണ്ടല്ലേ, എന്നാലും നമുക്കൊരു റെസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ വില്ലയിലത്തെ ഫ്രണ്ട്സുകളൊക്കെ എത്തി തുടങ്ങി. ഓണവും ന്യൂ ഇയറും ആണ് ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ്റെ ഗ്രിൽഡ് ചിക്കനൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഇത് കാലത്ത് തന്നെ ഞങ്ങൾ മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ മീനും ഇങ്ങനെ ഗ്രിൽ ചെയ്യുന്നുണ്ട്. മീൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഗ്രിൽ ചെയ്തത്. എനിക്ക് ചിക്കൻ ഇഷ്ടമായി, പക്ഷേ അതിനേക്കാളും കൂടുതൽ മീനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്രാവശ്യം ഗ്രാൻഡായിട്ടായിരുന്നു മാല ബൾബൊക്കെ ഇട്ട് സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ച് മൈക്കും അങ്ങനെ പാട്ടും മേളും അങ്ങനെയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും സഹായിക്കാനായിട്ട് വന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന പണികൾ അവരവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ന്യൂ ഇയർ ആഘോഷം. അപ്പം ഞാനും റെസൊല്യൂഷൻസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും റെസൊല്യൂഷൻസൊക്കെ എടുക്കാമെന്ന്? കുറേ തീരുമാനങ്ങൾ ഞാൻ ഇന്ന് തൊട്ട് അങ്ങനെയാവും ഇങ്ങനെയാവും, സാധാരണ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കാറൊന്നുമില്ല. പക്ഷേ ഈ വർഷം ഞാൻ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 10 കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഞാൻ ഒരുപാട് ചിന്തിച്ച് ഞാനെടുത്തൊരു തീരുമാനമാണ്. നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് അത് കണ്ടോളൂ. അപ്പം എല്ലാവരും നല്ല ചിൽ മോഡിലാണ് കേട്ടോ. ഈ പ്രാവശ്യം ആർക്കും വീഡിയോയിൽ നിൽക്കാനായിട്ട് ഒരു മടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അയ്യോ എന്നെ എടുക്കല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരേ വൈബുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീഡിയോ എടുത്ത്, ഇത് വൈനാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഞങ്ങൾ തന്നെയായിട്ട് മുന്തിരി വൈനാണ്. അപ്പോൾ മുന്തിരി വൈനും പിള്ളേർക്കും ഞങ്ങളും എല്ലാവരും കൂടി കഴിക്കാറുണ്ട് കേട്ടോ മുന്തിരി വൈൻ. ആകെ ഇത്തിരി വീര്യം കൂടിയ സാധനം കഴിക്കാറുള്ളത് ഞാൻ മുന്തിരി വൈൻ മാത്രമുള്ളൂ. ഈ വൈനാണെങ്കിൽ ഭയങ്കര കയ്പ്പായിരുന്നു, നല്ല വീര്യം കൂടിയ വൈനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു വർഷമൊക്കെ എത്തിയ വൈനാണ്. അപ്പോൾ ചേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങളും പിള്ളേരും നന്നായിട്ട് വൈനൊക്കെ കഴിച്ചു. പക്ഷേ പിള്ളേർക്കൊന്നും ഒരു മുഖത്തിൻ്റെ ഒരു ഭാവവ്യത്യാസം ഇല്ലാണ്ട് കഴിക്കണേ. എനിക്കൊക്കെ പുളിച്ചിട്ട് പാടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു വിധത്തിൽ അങ്ങ് കഴിച്ചു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഫുൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്ത് നിൽക്കുമ്പോഴേ എനിക്ക് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റണില്ല. ഈ ക്യാമറയുടെ ചില്ലുമ്മയാവോ എന്നൊക്കെ നോക്കിയിട്ട് നിൽക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പതുക്കെ ക്യാമറ കൊണ്ട് ഓഫാക്കി കുറച്ച് നേരം കൊണ്ട് വെച്ച് എന്നിട്ട് ഒരുപാട് ആസ്വദിച്ച് ഞാൻ കഴിച്ചു കേട്ടോ. ഞാൻ ചിക്കൻ കഷ്ണങ്ങളൊക്കെ കയ്യിലൊക്കെ പിടിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി കഴിച്ചു. 5 മിനിറ്റിനുള്ളിൽ ചിക്കൻ്റെ എല്ല് പോലും കാണാണ്ടായിരുന്നില്ല കേട്ടോ പ്ലേറ്റിൽ. ആരും തെറ്റിദ്ധരിക്കല്ല, എനിക്ക് ആർത്തിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഫ്രണ്ട്സുകളായിട്ട് ഇങ്ങനെ വൈബൊക്കെ കൂടിയിരിക്കുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചിക്കൻ കഴിക്കാറുണ്ട് കേട്ടോ. ചില സാഹചര്യങ്ങളിൽ മാത്രം. അങ്ങനെ ഞാൻ മാത്രമല്ല, എല്ലാവരും നന്നായി കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കണ കാരണം ശരിക്കും അങ്ങ് എല്ലാ കാര്യങ്ങളൊന്നും കഴിക്കാനൊന്നും ശരിക്കും അങ്ങ് പറ്റണില്ല. ഒരു കൈയോടിൽ ക്യാമറയും ഒരു കയ്യിൽ ചിക്കൻ പീസ് ആക്കി കഴിക്കാൻ ഒരു രസമില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഞാൻ ക്യാമറ അങ്ങനെ കൊണ്ടുവച്ച് പിന്നെയാണ് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചത്. പിള്ളേരൊക്കെ അങ്ങ് ആഘോഷിക്കായിരുന്നു. അവരുടെ ഇഷ്ടത്തിന് നടക്കാം, കളിക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. സുഖമായിട്ട് ഭക്ഷണം അവർക്ക് തോന്നണ പോലെ എടുത്ത് കഴിക്കാം. ഇപ്പം ഈ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ കുത്തിക്കയറ്റാനായിട്ടൊക്കെ നിൽക്കണമായിരുന്നു. ഇപ്പം അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് കഴിച്ചു. അവരൊക്കെ ഹാപ്പിയായി. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വേണം അല്ലേ, എന്നാലാണ് നമ്മുടെ മക്കളും എല്ലാവരും ഹാപ്പി ആവുള്ളൂ. ഞങ്ങളുടെ ഭാഗ്യത്തിന് ചേട്ടൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് ഞങ്ങളുടെ ചുറ്റുപാടും താമസിക്കുന്നവർ. അപ്പം അത് കാരണം നല്ല ബോണ്ടിങ് ആണ് ഞങ്ങൾ തമ്മിൽ എല്ലാവരുമായിട്ട്. ഇന്നത്തെ ന്യൂ ഇയർ ഫംഗ്ഷനിൽ ഞങ്ങൾ ഗേൾസുകൾ തമ്മിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഗേൾസുകൾ മാത്രമായിട്ട് ട്രിപ്പിനൊക്കെ പോകണം, സിനിമയ്ക്കൊക്കെ പോകണം. അങ്ങനെയൊന്നും ഇപ്പം എല്ലാവരും പോകുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു തീരുമാനം എടുത്തു, അങ്ങനെ ട്രിപ്പിനൊക്കെ പോകണം, സിനിമയ്ക്കൊക്കെ ഒരുമിച്ച് പോകണം. മക്കളൊരു ദിവസം ഭർത്താക്കന്മാരുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഒരു ട്രിപ്പൊക്കെ പോകണമെന്ന് ഞങ്ങളിങ്ങനെ ഒരു നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നറിയില്ല. ചിലപ്പോൾ 2 പേർക്ക് ഒഴിവുള്ളപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒഴിവുണ്ടാവില്ല. എങ്ങനെയായാലും ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ.
ഇപ്പം അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ യാത്രകളൊക്കെ പോയാലാണ് നമുക്ക് അത്യാവശ്യം ധൈര്യം ഒക്കെ ഉണ്ടാവുള്ളൂ. എനിക്ക് എന്തൊരു പേടിയാണെന്നറിയോ, ഒരു റോഡ് മുറിഞ്ഞ് കിടക്കാൻ വരെ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അതിങ്ങനെ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ആ സുഖം പിടിച്ചിങ്ങനെ ഇരുന്നിട്ടാണ്. ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെയൊക്കെ യാത്രയൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യം താനേ വരും. ഞങ്ങളുടെ ഇന്നത്തെ സെലിബ്രേഷനിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വില്ലയിൽ തന്നെയുള്ള നിസാൻ്റെയും ഷരീഫക്കേരും വിവാഹ വാർഷികമായിരുന്നു. അപ്പം ആളുടെ മോൻ സർപ്രൈസ് ആക്കിയിട്ട് ഒരു കേക്കൊക്കെ ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ച് മുറിപ്പിച്ചതാണ് കേട്ടോ. അത് ഭയങ്കര സർപ്രൈസായിരുന്നു അവർക്കൊക്കെ. അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കേക്ക് വാങ്ങി ഇവരെ കൊണ്ട് മുറിപ്പിക്കാൻ പോകാമെന്നൊക്കെ. കേക്ക് വാങ്ങിയത് കണ്ടു, അപ്പോൾ അവർ വിചാരിച്ചു ന്യൂ ഇയർ കേക്കാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയേക്കണേന്ന് ഇവർക്ക് അറിയണ്ടായിരുന്നില്ല. അവർക്ക് നല്ല സന്തോഷമായി, ശരിക്കും സർപ്രൈസ്ഡായി, അവരുടെ മനസ്സ് നിറഞ്ഞു കേട്ടോ ശരിക്കും. എനിക്കിങ്ങനെ സർപ്രൈസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം അന്നമ്മയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ സർപ്രൈസായിട്ട് ഓർഡർ ചെയ്യും. അവളോട് പറയും വാങ്ങില്ല, നിനക്ക് വാങ്ങി തരില്ല എന്നൊക്കെ പറയും. പക്ഷേ ഓർഡർ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് ആ സന്തോഷം കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ ഉള്ളിൽ നിറയും. അതേപോലെ തന്നെ നമുക്ക് കിട്ടുമ്പോഴും സന്തോഷമാണ് അല്ലേ. നമുക്ക് ആരെങ്കിലും ഇങ്ങനെ സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സന്തോഷമല്ലാത്ത. ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് അത് കുട്ടികൾക്കെന്നല്ല വലിയവർക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു പുഞ്ചിരി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും അല്ലേ. അങ്ങനെ നമുക്കിനി ഈ വർഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സർപ്രൈസുകളൊക്കെ അവർക്ക് കൊടുത്തോടെ. അവരുടെ ബർത്ത്ഡേക്കും അവരുടെ വെഡിങ് ആനിവേഴ്സറിക്കും അങ്ങനെയൊക്കെ ചെറിയൊരു കേക്ക് വാങ്ങി മുറിക്കുക. വലിയ വലിയ ഗിഫ്റ്റുകളൊന്നും വേണ്ടെന്നേ, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് അവർക്കൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലും എന്തെങ്കിലും സന്തോഷമായിരിക്കും അല്ലേ. അവരുടെ മുഖത്ത് ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ നമുക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വില്ലയ്ക്കകത്ത് പിള്ളേർക്കൊന്നും ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് എല്ലാ പരിപാടികൾക്കും ഇവരുടെ പക്ക കുറേ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ ഓരോ സെക്ഷനിൽ പെട്ട പിള്ളേർക്കും ഓരോ ടൈപ്പ് ഡാൻസൊക്കെ ഇവർ ഓൾറെഡി പഠിച്ച് വെച്ചിട്ട് ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇവർ നന്നായി കളിച്ചു കേട്ടോ. 2024 ഈ വർഷം എത്ര പെട്ടെന്നാണ് പോയതല്ലേ. അയ്യോ, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഒരു വർഷം അങ്ങ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വയസ്സ് ഇങ്ങനെ കൂടി വരുമ്പോൾ ഒരു വിഷമം. എന്ത് കുട്ടികളായിട്ടിരിക്കാൻ പറ്റിയെങ്കിൽ എന്തൊരു സുഖമായിരുന്നു അല്ലേ. പണ്ടൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും വലുതായാൽ മതിയായിരുന്നു, ചുരിദാർ ഇട്ടാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ ഓരോ ചിന്തകൾ. വലിയ കുട്ടികളെ പോലെ ഇങ്ങനെ നടക്കണം, അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. ഇപ്പോൾ ദൈവമേ കുഞ്ഞു കുട്ടികളായിട്ടിരിക്കുമ്പോൾ എൻ്റെ അന്നമ്മേനൊക്കെ കാണുമ്പോൾ ദൈവം ഇങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു, വളരാണ്ടിരുന്നാൽ മതിയായിരുന്നു, എപ്പോഴും അപ്പൻ്റെ അമ്മേരി ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും കേട്ടോ. അതൊക്കെ പോട്ടെ, ഒരിക്കലും നടക്കാത്ത കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതേ പിള്ളേർ മാത്രമല്ല വലിയവരും അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ഡാൻസ് കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ്. ഞങ്ങൾ പെണ്ണുങ്ങൾ ആദ്യമൊക്കെ ഇത്തിരി മടിയായിട്ടൊക്കെ ഇരുന്നു. പിന്നെ തോന്നി എല്ലാവരും ഇപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്, അങ്ങോട്ട് ഡാൻസ് കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റണ പോലെ ഡാൻസ് കളിച്ചു. അങ്ങനെ എല്ലാവരും ഉള്ളു തുറന്ന് മനസ്സ് നിറഞ്ഞ് ആഘോഷിച്ചു കേട്ടോ. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ 2025 ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ വരവേറ്റുണ്ട്. ഡാൻസ് കളിയൊക്കെ ചേട്ടന്മാരുടെ പാട്ടാണ് പൊരിച്ചത്. എൻ്റെ ചേട്ടനും ഇവിടെ സൗമ്യയുടെ ഹസ്ബൻഡും സുമിയുടെ ഹസ്ബൻഡും ദ്യുതിയുടെ ഹസ്ബൻഡും എല്ലാവരും കൂടിയിട്ട് പാട്ട് കച്ചേരിയായിരുന്നു കേട്ടോ. ഇവരുടെ ഉള്ളിൽ ആരും അറിയപ്പെടാണ്ട് പോയ ഒരു കലാകാരന്മാരും ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളിനി അവർ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. പാട് ഞാൻ അങ്ങനെ അവർ മാത്രം പാട്ട് പാടിയ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാട്ട് പാടിയിട്ടാ. വലിയ പാട്ട് പാടാനായിട്ടുള്ള കഴിവൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനൊരു പാട്ട് അങ്ങോട്ട് പാടി. അങ്ങനെ പാട്ടും പാടിയും ഡാൻസും കളിച്ചും അങ്ങനെ 12 മണിയായപ്പോൾ കറക്റ്റ് ഞങ്ങളിതേ പൂത്തിരിയും മേശപ്പൂവും ഒക്കെ കത്തിച്ചു. പിന്നെ വിരിയാമുട്ടില്ലേ, അമിട്ട്, അത് 120 എണ്ണത്തിൻ്റെ ഒരു വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കത്തിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. പരസ്പരം കൈയൊക്കെ കൊടുത്ത് ന്യൂ ഇയർ ആശംസകളൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഒരു സന്തോഷം അവസാനം വരെ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബായ്, ടാറ്റാ.